ഫസ്റ്റ് സെമസ്റ്റർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് GAMET 101 CSIT ബ്രാഞ്ചിലെ കുട്ടികൾ പഠിക്കുന്ന മാത്തമാറ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 10ാമത്തെ പാർട്ടിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേറ്റീവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, ശരിയല്ലേ? ഈ ക്ലാസ്സിൽ ഡെറിവേറ്റീവിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, നമ്മൾ ആദ്യം പഠിച്ച ഫോർമുല ഉണ്ടല്ലോ, the derivative of a function f of x, that is f dash x, is equal to limit h tends to 0 f of x plus h minus f of x divided by h. നമ്മൾ ആദ്യമേ പഠിച്ച ഇക്വേഷനാണ്. ഈ ഇക്വേഷനാണ് എന്തൊക്കെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത് ഈ ഇക്വേഷനാണ്. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ്. റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ്. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഞാൻ പല ക്ലാസ്സുകളായിട്ട് പറഞ്ഞു. ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുമ്പോൾ ഇവിടെ എക്സിന് പകരം നമ്മൾ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ പ്രകാരം ഒരു ഫംഗ്ഷൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷനാണിത്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച് എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം. വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ആക്സിലറേഷൻ, പൊസിഷൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് വെലോസിറ്റി. അങ്ങനെ നമ്മൾ ഫിസിക്സിൽ ധാരാളം എക്സാമ്പിൾ പഠിക്കുന്നുണ്ട്, അല്ലേ? യെസ്. നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് എഴുതി വയ്ക്കാം, നോക്കാം. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y is equal to f of x at x equal to a is f dash a is equal to limit h tends to 0 f of a plus h minus f of a by h. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ നമുക്ക് മിക്കവാറുള്ള ചോദ്യങ്ങളിൽ നേരിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട ആവശ്യം വരാറുള്ളൂ. യൂസിങ് ഡെഫിനിഷനോ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിളിനോ പറഞ്ഞിട്ട് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ മാത്രം നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഫോർമുല ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയിൻ റൂളൊക്കെ പഠിച്ചു. ആ ചെയിൻ റൂൾ വെച്ചങ്ങ് എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കട്ടെ. നമുക്ക് നോക്കാം, മുന്നോട്ട് പോകാം. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇനി പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങളായിട്ട് നമുക്ക് തിയററ്റിക്കലായിട്ടൊന്നും പറയാനില്ല. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, പഠിച്ച ഇക്വേഷൻ തന്നെയാണ്. ഒന്നുകൂടെ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ മറ്റൊരു ആപ്ലിക്കേഷൻ ഇതിന് വരുന്നു എന്ന് മാത്രം. ഓക്കെ, നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഉപയോഗിച്ച അതേ ഫോർമുല തന്നെയാണ്. നോക്കാം, ആദ്യത്തെ ചോദ്യം നോക്കിയോളൂ. Question number 1. Find the instantaneous rate of change of f of x is equal to 4x cube minus x square plus 2x minus 7 at x equal to 1 എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ x equal to 1ലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അല്ലെ? യൂസിങ് ഡെഫിനിഷനോ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിളിനോ ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എഫ് ഓഫ് എക്സിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് ആണ്, അല്ലേ? എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 4 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 7ൻ്റെ ഡെറിവേറ്റീവ് 0. ഇപ്പം 3 4 12 എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 2 ആണ് നമ്മുടെ ആൻസർ വരിക. ഇതാണ് എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് എക്സ് ഈക്വൽ ടു 1 എന്നുള്ള പോയിന്റ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലേ? അതായത് എഫ് ഡാഷ് 1 നമ്മൾ കണ്ടുപിടിക്കണം. എക്സിൻ്റെ പ്ലേസിൽ 1 കൊടുക്കുക. അപ്പോൾ എന്താണ് വരിക? 12 ഇൻറ്റു 1 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 1 പ്ലസ് 2 എന്ന് വരും. ശരിയാണല്ലോ? 12 ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 മൈനസ് 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 2 മൈനസ് 2 പ്ലസ് 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ആൻസർ എന്താണ്? 12 ആണ് ആൻസർ വരിക. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. മുന്നോട്ട് പോകാൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. രണ്ടാമത്തെ ചോദ്യം. ദ മോഷൻ ഓഫ് ബസ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഫംഗ്ഷൻ. ഒരു ബസ്സിൻ്റെ മോഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ നോക്കുക. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്താണ്? 4t സ്ക്വയർ പ്ലസ് 10t പ്ലസ് 6 എന്നുള്ള ഫംഗ്ഷനാണ് ഒരു ബസ്സിൻ്റെ മോഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് പൊസിഷനിലുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ മോഷൻ ഓഫ് എ ബസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ എഫ് ഓഫ് ടിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആയിട്ടുള്ള
എഫ് ഡാഷ് ടി എടുത്താൽ നമുക്ക് എന്തായി, വെലോസിറ്റി ആയി. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്തെടുക്കാം, എഫ് ഡാഷ് ടി കണ്ടുപിടിച്ചിട്ട് ടിക്ക് 5 കൊടുത്താൽ മതി. എഫ് ഡാഷ് ടി ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ടി സ്ക്വയർ ഡെറിവേറ്റീവ് 2t പ്ലസ് 10 ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് 1, 6 ഈസ് എ കോൺസ്റ്റൻറ്റ്, ഡെറിവേറ്റീവ് 0. അപ്പോൾ 24 8t പ്ലസ് 10 ആണ് ആൻസർ വരിക. ഇപ്പോൾ ടി ഈക്വൽ ടു 5 കൊടുത്താൽ എഫ് ഡാഷ് ടിയുടെ പ്ലേസിൽ 5 കൊടുക്കുക. എഫ് ഡാഷ് 5 ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു ടിക്ക് പകരം 5 കൊടുക്കുക പ്ലസ് 10 വരും അല്ലേ. സോ 5 40 പ്ലസ് 10 വരും. 40 പ്ലസ് 10 എത്രയാണ്, 50 ആണ് ആൻസർ വരും. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. മൂന്നാമത്തെ ചോദ്യം, യൂസിങ് ഡെഫിനിഷൻ. കണ്ടോ, ഇവിടെ യൂസിങ് ഡെഫിനിഷൻ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ചിന്റെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യണം. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ അറ്റ് എക്സ് ഈക്വൽ ടു 3. അപ്പോൾ ഇവിടെ യൂസിങ് ഡെഫിനിഷൻ എന്ന് പറയുന്നുണ്ട്. യൂസിങ് ഡെഫിനിഷൻ ആണെങ്കിൽ നമ്മൾ ഫോർമുല ഉപയോഗിക്കുക. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കാം, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ്, എക്സ് സ്ക്വയർ ആണ്. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ എന്ത് വരും, എക്സ് പ്ലസ് എച്ചിൻ്റെ ഹോൾ സ്ക്വയർ വരും. ശരിയല്ലേ? ഇപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് 2ab 2xh പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, എച്ച് സ്ക്വയർ. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് വരിക, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിന് പകരം നമ്മൾ വാല്യൂ കൊടുക്കുക എക്സ് സ്ക്വയർ പ്ലസ് 2xh പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് എഫ് ഓഫ് എക്സിന് പകരം എക്സ് സ്ക്വയർ കൊടുക്കുക ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്, എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. ഇപ്പോൾ എന്ത് ചെയ്യുക, എക്സ് സ്ക്വയർ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ന്യൂമറേറ്ററിൽ നിന്ന് എന്ത് പുറത്തെടുക്കാം, ഒരു എച്ച് ഇങ്ങോട്ട് ഔട്ട്സൈഡ് എടുത്താൽ ബാക്കി എന്ത് വരും, 2x പ്ലസ് എച്ച് എന്ന് വരും ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. എച്ചും എച്ചും ക്യാൻസൽ ചെയ്യാം. ഇനി ഈ എച്ചിന് 0 കൊടുത്താൽ മതി. എന്ത് വരും, 2x പ്ലസ് 0. ആൻസർ എന്ത് വരും, 2x. ഓക്കെ, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണെന്ന് അറിയാം. യൂസിങ് ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പുകൾ കാണിക്കണം. ഇനി എന്ത് ചെയ്യുക, എക്സിന് പകരം 3 എന്നുള്ള പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് വരിക, എഫ് ഡാഷ് 3 ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് ആയിട്ടുണ്ട്. എഫ് ഡാഷ് 3 ഈസ് ഈക്വൽ ടു എക്സിന് 3 കൊടുക്കുക, 2 ഇൻറ്റു 3 എന്ന് വരും. 2 ഇൻറ്റു 3 എത്രയാണ്, 6 ആണ് ആൻസർ വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 4. The area capital A of a circle is related to its diameter by the equation A is equal to area is equal to pi by 4 diameter in the square. How fast area change with respect to diameter when the diameter is 10 centimeter? അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ കണ്ടുപിടിക്കണം വിത്ത് റെസ്പെക്ട് ടു ഡയമീറ്റർ എന്ന് അവർ പറയുന്നുണ്ട് അല്ലേ. വിത്ത് റെസ്പെക്ട് ടു ഡയമീറ്റർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡി എ ഡിവൈഡഡ് ബൈ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്, ക്യാപിറ്റൽ ഡി. അതായത് ഡയമീറ്ററിനെ വെച്ച് വേണം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഡയമീറ്ററിനെ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ പൈ ബൈ 4 കോൺസ്റ്റൻ്റ് ആണ്. ഡി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 2d ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 2 4 നമുക്ക് ക്യാൻസൽ ചെയ്യാം. താഴെ ഒരു 2 വരും. അപ്പോൾ പൈ ബൈ 2d ആണ് ആൻസർ വരിക അല്ലേ, പൈ ബൈ 2d. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഡയമീറ്ററിന് പകരം 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഡി എ ഡിവൈഡഡ് ബൈ ഡി അറ്റ് ഡയമീറ്ററിന് പകരം 10 സെൻറ്റിമീറ്റർ കൊടുക്കുക. ഡി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ അല്ലേ. ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, പൈ ബൈ 2 ഇൻറ്റു ക്യാപിറ്റൽ ഡിക്ക് പകരം 10 സെൻറ്റിമീറ്റർ കൊടുക്കുക. അപ്പോൾ നമുക്ക് 2ഉം 10ഉം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 5 വരും അല്ലേ. 5 പൈ ആണ് ആൻസർ വരും അല്ലേ. 5 പൈ ആണ് ആൻസർ വരും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്. സർക്കിളിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഏരിയ വെച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. വെൻ റേഡിയസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ, റേഡിയസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. ഇപ്പോൾ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം. ഏരിയ എന്ന് പറയുന്നത് എന്താണ്, സർക്കിളിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ് റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഡി എ ബൈ ഡി ആർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. പൈ ഇൻറ്റു ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 2r. അതായത് 2 പൈ ആർ ആണ് ആൻസർ വരിക. ഇനി ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് റേഡിയസ് 3 ആകുമ്പോൾ കണ്ടുപിടിക്കണം അല്ലേ. ഇപ്പോൾ ഡി എ ബൈ ഡി ആർ അറ്റ് ആർ ഇസ് ഈക്വൽ ടു 3 കൊടുക്കാം. അപ്പോൾ എന്ത് വരും, 2 പൈ ഇൻറ്റു റേഡിയസിന് പകരം 3 കൊടുത്താൽ ആൻസർ 6 പൈ വരും അല്ലേ. ഓപ്ഷൻ ബി നോക്കാം. ഡി എ ബൈ ഡി ആർ
റേഡിയസ് എത്ര ആകുമ്പോഴാണ് 4 ആകുമ്പോൾ അറ്റ് ആർ ഇസ് ഈക്വൽ ടു 4 ആകുമ്പോഴാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 2π ഇൻറ്റു റേഡിയസിന് പകരം എന്ത് കൊടുക്കുക 4 കൊടുക്കുക. ആൻസർ എന്ത് വരും 8π വരും ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? മുന്നോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? 5ാമത്തെ ചോദ്യമായിരുന്നു ഇത്. അടുത്ത ക്വസ്റ്റ്യൻ 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 6. The volume of a cube is increasing at a rate of 8 centimeter cube per second. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കണം. പെർ സെക്കൻഡ് എന്ന് കണ്ടോ നിങ്ങൾ? പെർ സെക്കൻഡ്. അപ്പം നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കണ്ടേ ഈ വോളിയം മാറുന്നത് എന്തിനനുസൃതമായിട്ടാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. ഇതിന് മുൻപുള്ള ക്വസ്റ്റ്യനകത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഏരിയ മാറുന്നത് വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണെന്ന് അവർ പറയുന്നുണ്ട് അല്ലേ? ഇവിടെ ഒരു പർട്ടിക്കുലർ വേരിയബിളിന് അനുസൃതമായിട്ട് മാറുന്നു എന്ന് അവർ പറയുന്നില്ല. പക്ഷെ അത് മനസ്സിലാക്കേണ്ടത് യൂണിറ്റിൽ നിന്നാണ്. അപ്പോൾ യൂണിറ്റിന് ഇമ്പോർട്ടൻസ് ഉള്ളൊരു ചോദ്യമാണിത്. അപ്പോൾ ഇവിടെ സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം സെക്കൻഡിനനുസരിച്ചാണ്, സമയാനുസൃതമായാണ്, സമയത്തിനനുസരിച്ചിട്ടാണ് വേരിയേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? വോളിയം ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് എ റേറ്റ് ഓഫ് 8 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ dv/dt വോളിയത്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. 8 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. പെർ സെക്കൻഡ് വന്ന കഥ പിടി കിട്ടിയോ? ആ സെക്കൻഡ് എന്നുള്ള സമയത്തിനനുസരിച്ചിട്ടാണ് ഈ ടി വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ യൂണിറ്റ് വെച്ചിട്ടാണ് താഴെ ടി വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെയാണ് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹൗ ഫാസ്റ്റ് ദ സർഫസ് ഏരിയ ഈസ് ഇൻക്രീസിങ് വെൻ ദ ലെങ്ത് ഓഫ് ആൻ എഡ്ജ് ഈസ് 12 സെൻറ്റിമീറ്റർ എന്നൊക്കെയാണ് ചോദ്യത്തിൽ അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടും എന്ന് ആദ്യം നമുക്ക് നോക്കാം. വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? ക്യൂബാണ് അല്ലേ? ക്യൂബിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താ? ക്യൂബ് എല്ലാവർക്കും അറിയാലോ. ക്യൂബിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എല്ലാം സെയിം ആയി. ഇപ്പം ഒരു എക്സ് ആയിട്ട് എടുക്കാം ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ. അപ്പോൾ അത് എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് എക്സ് ക്യൂബ് വരും അല്ലേ? ഇപ്പോൾ വോളിയം എന്തായിട്ട് വരും? എക്സ് ക്യൂബ് ആണ് വോളിയത്തിൻ്റെ ഇക്വേഷൻ. ശരിയാണല്ലോ. സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ക്യൂബിന് 6 ഫേസ് ഉണ്ട് അല്ലേ? ഒരു ഫേസിൻ്റെ ഏരിയ എ സ്ക്വയർ ആണ്. അപ്പോൾ 6 ഫേസ് വരുമ്പോൾ 6x² അല്ലേ? 6x² ആണ് എന്തിൻ്റെ ഇക്വേഷൻ? സർഫസ് ഏരിയയുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ആ 2 ഇക്വേഷൻസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. വോളിയത്തിൻ്റെ ഇക്വേഷൻ എക്സ് ക്യൂബ്, സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? 6x². രണ്ടും നമുക്ക് ആവശ്യം വരും. ഇനി വോളിയത്തിൻ്റെ പ്ലേസിലോട്ട് ഞാൻ എക്സ് ക്യൂബ് കൊടുക്കുകയാണ്. അതായത് d/dt ഓഫ് വോളിയത്തിൻ്റെ പ്ലേസിലോട്ട് എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു എന്താണ്? 8. ഓക്കെ, എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 3x². കഴിയുന്നില്ല. ഇവിടെ നമ്മുടെ വേരിയബിൾ എക്സും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ടി വെച്ചിട്ടാണ് അല്ലേ? അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എന്ത് പ്രകാരം? ചെയിൻ റൂൾ പ്രകാരം. ഏറ്റവും പുറത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ക്യൂബ്, അതിൻ്റെ ഡെറിവേറ്റീവ് കഴിഞ്ഞു 3x². അതിൻ്റെ അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരുന്നെങ്കിൽ അത് 1 ആയി പോയേനെ, നമുക്ക് പ്രശ്നമില്ലായിരുന്നു. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി ആയതുകൊണ്ട് ആരും കൂടെ വരും? ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടി, dx/dt കൂടെ വരും. അതാണ് 8 അവർ തന്നേക്കുന്നത്. അപ്പോൾ അവിടുന്ന് എന്ത് കിട്ടും? dx/dt നമുക്ക് കിട്ടും. എന്താണ്? 8 ഡിവൈഡഡ് ബൈ 3x². അതാണ് dx/dt. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം എന്താണെന്ന് നോക്കാം. സർഫസ് ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. ds/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? അവിടെ 6 കോൺസ്റ്റന്റ്, x² ഡെറിവേറ്റീവ് 2x ഇൻറ്റു കഴിയുന്നില്ല ചെയിൻ റൂൾ പ്രകാരം എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി dx/dt കൂടെ വരും. ശരിയാണല്ലോ? ആ dx/dtക്ക് ഓൾറെഡി നമ്മൾ എന്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? 8 ഡിവൈഡഡ് ബൈ 3x² എന്നുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6 ഇൻറ്റു 2x ഇൻറ്റു dx/dtക്ക് പകരം 8 ഡിവൈഡഡ് ബൈ 3x². ഓക്കെ അല്ലേ? അവിടെ നമുക്കൊരു എക്സും ഒരു സ്ക്വയറും തമ്മിൽ വെട്ടാം. വേറെ നമുക്ക് ഈ 3യും 6ഉം തമ്മിൽ വെട്ടി 2 ആക്കാം. ഇപ്പോൾ 2 ഇൻറ്റു 2 4 വരും അല്ലേ? 4 ഇൻറ്റു 8 ഒരൊറ്റ 8 16 24 4 32 വരും. 32 താഴെ ഇനി ഒരു എക്സ് ഉണ്ട്. 32/x ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് സോൾവ് ആക്കി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 32 ഡിവൈഡഡ് ബൈ എക്സ് ആണേ. അപ്പോൾ നമുക്ക് ds/dt കിട്ടി. വെൻ ദ ലെങ്ത് ഓഫ് ആൻ എഡ്ജ് ഈസ് 12 സെൻറ്റിമീറ്റർ എന്നാണ് പറയുന്നത്. അതായത് എക്സിൻ്റെ പ്ലേസിൽ 12 കൊടുക്കുമ്പോൾ ഉള്ളത് കണ്ടുപിടിക്കണം. ds/dt അറ്റ് x ഈസ് ഈക്വൽ ടു എന്താണ്? 12 ഈസ് ഈക്വൽ ടു 32 ഡിവൈഡഡ് ബൈ 12. ആൻസർ എന്താണ് വരുന്നത്? സോ അപ്പോൾ നമുക്ക് 4 കൊണ്ട് വെട്ടാം. 4 കൊണ്ട് കട്ട് ചെയ്താൽ എന്താണ് വരിക? 3 4 12
4 32 8/3 ആണ് ആൻസർ വരിക. അതിൻ്റെ യൂണിറ്റ് ശ്രദ്ധിക്കണേ. ഇവിടെ സർഫസ് ഏരിയയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. ഓക്കെ, അപ്പം 8/3 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ് ആൻസർ വരിക കേട്ടോ. 8/3 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ് ആൻസർ വരുന്നുണ്ടാവുക. നോക്കി വെക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 7. The radius of a circle is increasing uniformly at a rate of 3 centimeter per second. അപ്പം സർക്കിളിൻ്റെ റേഡിയസിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അപ്പോൾ റേഡിയസ് R ആയിട്ട് എടുക്കുകയാണെങ്കിൽ, R എന്നുള്ളത് റേഡിയസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ dr/dt ആണെന്ന് മനസ്സിലാക്കണം. കാരണം പെർ സെക്കൻഡ് കണ്ടു അല്ലേ. അപ്പോൾ സമയം അനുസരിച്ചിട്ടാണ്. dr/dt ആണ് 3 centimeter per second. അങ്ങനെയാണെങ്കിൽ find the rate at which area of the circle is increasing when the radius is 10 centimeter. സർക്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? πr². ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച്, റേഡിയസ് മാറുന്ന സമയാനുസൃതമായിട്ടാണെങ്കിൽ ഏരിയയും സമയാനുസൃതമായിട്ട് മാറണം. dA/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. π ഇൻറ്റു r²ൻ്റെ ഡെറിവേറ്റീവ് 2r, ആറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം dr/dt. ഓക്കെ, ഈ dr/dtക്ക് എന്ത് കൊടുക്കണമെന്നവർ പറയുന്നുണ്ട്? 3 കൊടുക്കണമെന്നവർ പറയുന്നുണ്ട്. സോ π ഇൻറ്റു 2r ഇൻറ്റു 3 എന്ന് വരും. അപ്പോൾ എന്താണ് വരിക? 23 6πr വരും അല്ലേ. ഇനി റേഡിയസിന് എന്ത് കൊടുക്കണമെന്നും പറയുന്നുണ്ട്? 10 കൊടുക്കണം. ശരിയല്ലേ. ഇപ്പോൾ dA/dt അറ്റ് r ഇസ് ഈക്വൽ ടു 10 എന്ത് വരും? 6π ഇൻറ്റു റേഡിയസിന് പകരം 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 60π ആണ് ആൻസർ വരിക. യൂണിറ്റ് കൊടുക്കാം. ഏരിയയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണ്, സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. അപ്പോൾ 60π സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഇൻ ടു എ ക്വയറ്റ് ലേക്ക് ആൻഡ് വേവ്സ് മൂവ് ഇൻ സർക്കിൾസ് അറ്റ് എ സ്പീഡ് ഓഫ് 5 centimeter per second. At the instant when the radius of the circular wave is 8 centimeter, how fast the enclosed area increasing? നമുക്കറിയാം, നമ്മളൊരു ലേക്കിലേക്ക്, ശാന്തമായ നിശബ്ദമായ ഒരു തടാകത്തിലേക്ക് ഒരു കല്ല് വലിച്ചെറിയുമ്പോൾ തീർച്ചയായും അവിടെ രൂപപ്പെടുന്ന വൃത്തങ്ങൾ, സർക്കിൾസ് കണ്ടിന്യൂസ് ആയിട്ട് കോൺസിക്യൂട്ടീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമുക്ക് അറിയാം, നമ്മൾ വെറുതെ കുളത്തിലോട്ടൊക്കെ കല്ലൊക്കെ എറിഞ്ഞ് നോക്കാറില്ലേ. സോ അന്നേരം അവിടെ ഫോം ചെയ്യുന്ന സാധനം സർക്കിളാണെന്ന് നമുക്കറിയാലോ. അങ്ങനെ സർക്കിൾസ് ഉണ്ടായി വരുമ്പോൾ അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് റേഡിയസ് 5 centimeter per second ആകുമ്പോൾ ആ സർക്കിളിൻ്റെ ഏരിയ ഏത് റേറ്റിലായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവുക എന്നതാണ് ചോദ്യത്തിൽ അവർ ആവശ്യപ്പെടുന്നത്. സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത് 5 centimeter per secondലാണ്. അപ്പോൾ ഏത് പാരാമീറ്ററാണ്? സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിൽ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ടൊരു സാധനം കൂടണമെങ്കിൽ സർക്കിളിൻ്റെ റേഡിയസ് ആയിരിക്കും അല്ലേ. റേഡിയസിൻ്റെ യൂണിറ്റ് ആണല്ലോ സെൻറ്റിമീറ്റർ വരിക. അപ്പോൾ dr/dt ആണ് എന്ത് വരുന്നത്? 5 centimeter per second വരുന്നത്. റേഡിയസ് 8 ആകുമ്പോഴുള്ള ഏരിയയുടെ ഇൻക്രീസ് കണ്ടുപിടിക്കണം. ഈ സർക്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ πr². dA/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. π ഇൻറ്റു r²ൻ്റെ ഡെറിവേറ്റീവ് 2r, ആറിൻ്റെ ഡെറിവേറ്റീവ് dr/dt. ഓക്കെ, അപ്പോൾ π ഇൻറ്റു 2r ഇൻറ്റു dr/dtക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ആൻസർ എന്ത് കിട്ടും? 10πr എന്ന് കിട്ടും. ഇനി റേഡിയസ് എത്ര ആകുമ്പോഴാണ് കണ്ടുപിടിക്കേണ്ടത്? റേഡിയസ് 8 ആകുമ്പോഴാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ dA/dt അറ്റ് r ഇസ് ഈക്വൽ ടു 8 കൊടുക്കണം അല്ലേ. അപ്പോൾ 10π ഇൻറ്റു ആറിന് പകരം 8 കൊടുക്കുക. അപ്പോൾ ആൻസർ 80π എന്ന് വരും അല്ലേ. ഏരിയയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ചോദ്യം. The radius of a circle is increasing at a rate of 0.7 centimeter per second. dr/dt അവർ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.7 centimeter per second ആണ്. What is the rate of increase of its circumference? സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിൻ്റെ പെരിമീറ്ററിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സർക്കംഫറൻസ്. പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? അഥവാ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ആണ്. dp/dr ആണ് കണ്ടുപിടിക്കേണ്ടത്. dp/ സമയാനുസൃതമാണ്. dp/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ 2π കോൺസ്റ്റൻറ്റ്, ആറിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് dr/dt. dr/dtക്ക് പകരം എന്ത് കൊടുക്കുക? 0.7 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2π ഇൻറ്റു 0.7 വരും. ശരിയല്ലേ. അപ്പോൾ 7 14, 1.4π ആണ് ആൻസർ വരുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. 1.4π ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ.
ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. അപ്പോൾ ഈ ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഇപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ചിലെ 10 പ്രധാനപ്പെട്ട ചോദ്യങ്ങളായി. The total revenue in rupees received from the sale of X units of a product is given by. അപ്പം ഒരു സെയിൽ നടക്കുകയാണ്, അതിനകത്ത് എക്സ് യൂണിറ്റ്സിൻ്റെ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്തതിൻ്റെ റവന്യൂ ഫംഗ്ഷനാണ് തന്നേക്കുന്നത്. റവന്യൂ ഫംഗ്ഷൻ എന്താണ്? R(x) = 13x² പ്ലസ് 26x പ്ലസ് 15. ഇതാണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ റവന്യൂ. TR എന്ന് പറയും, ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാർജിനൽ റവന്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷനുണ്ട്. ഈ ടോട്ടൽ റവന്യൂവും മാർജിനൽ റവന്യൂവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റിലേഷനുണ്ട്. മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ റവന്യൂ ആണ്. D/dx ഓഫ് ടോട്ടൽ റവന്യൂ ആണ്. മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് ടോട്ടൽ റവന്യൂ ആണ്. ഓക്കെ, അപ്പം R(x) എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ ആണെങ്കിൽ R' എന്ന് പറയുന്നതായിരിക്കും എന്ത്? മാർജിനൽ റവന്യൂ. ഓക്കെ, അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്ന മാർജിനൽ റവന്യൂ ആണ്. മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് R' ആണ്. ദാറ്റ് ഈസ് 13 × x² ഡെറിവേറ്റീവ് 2x പ്ലസ് 26 × x ഡെറിവേറ്റീവ് 1, 15 ഡെറിവേറ്റീവ് 0. അപ്പോൾ എന്താണ്? 26x പ്ലസ് 26 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് എക്സിന് പകരം 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് R' ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 26 × എക്സിന് പകരം 7 പ്ലസ് 26 അല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 26 ഇങ്ങോട്ട് ഔട്ട്സൈഡ് എടുക്കാം. ബാക്കി വരുന്നത് എന്താണ്? 7 + 1 വരും. ദാറ്റ് ഈസ് 26 × 8 എന്ന് വരും. 6 8 48 8 ശിഷ്ടം 4 2 16 4 20 208 ആണ് ആൻസർ വരും. ഓക്കെ, സോ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് അടുത്ത പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ കിട്ടിയാൽ എങ്ങനെ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം എന്നുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ആ ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ. സി.